ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. വീണ്ടും നമ്മുടെ ശ്രദ്ധയെ പുറപ്പാട് പുസ്തകം 25 അധ്യായത്തിലേക്ക് ഞാൻ ആകർഷിക്കുകയാണ്. ആദ്യമായിട്ട് ദൈവം ഇസ്രായേൽ മക്കൾക്ക് ഒരു വിശുദ്ധ മന്ദിരം പണിയാനുള്ള നിർദ്ദേശങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ പഴയ ഒരു അവസ്ഥയ്ക്കൊരു മാറ്റം വരികയാണ്. അതായത് പർവ്വതത്തിൻ്റെ മേളിൽ അഗ്നി ദഹിപ്പിക്കുന്ന അഗ്നിയുടെ രൂപത്തിലാണ് ഇതുവരെ ദൈവമക്കൾ ദൈവത്തെ കണ്ടിട്ടുള്ളത്. മോശ മാത്രം മേഘസ്തംഭത്തിൻ്റെ ആ അവസ്ഥയിലേക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരാൻ സാധിച്ചു. പക്ഷെങ്കിൽ ദൈവമക്കൾ ദൂരെ മാറി നിന്ന് ദൈവത്തെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ ഈ നിമിഷം വരെ ഉള്ളായിരുന്നു. പക്ഷേ 25 അധ്യായത്തിൽ ദൈവം തന്നെ പറയുകയാണ്, ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കി അതിൻ്റെ നിർദ്ദേശങ്ങൾ കൊടുക്കുക തുടങ്ങുകയാണ്. അവിടെ ദൈവം വന്നിട്ട് ഇസ്രായേൽ മക്കളുടെ നടുവിൽ വസിക്കുന്ന ഒരു അനുഭവത്തിലേക്ക്, അതായത് വിശുദ്ധനായ ദൈവം, ഇതുവരെ അടുപ്പിക്കാത്ത ദൈവം ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വന്ന് ഇവരുടെ നടുവിൽ, അതായത് നിയമപ്പെട്ടകത്തിൻ്റെ കെരൂബുകളുടെ നടുവിൽ നിന്ന് ഇവരോട് സംസാരിക്കുകയും ഇവർക്ക് അതുമൂലം ഇവർക്ക് ദൈവത്തോടുള്ള ആ കൂട്ടായ്മ അനുഭവിക്കാനുള്ള ഒരു പ്രത്യേക ഒരു സ്വാതന്ത്ര്യമാണ് ഇവിടെ ലഭിക്കുന്നത്. എങ്കിലും അതിൻ്റെ അതിരുകളുണ്ട്. എല്ലാവർക്കും ഒന്നും കയറി ചെല്ലാനൊക്കത്തില്ല. പക്ഷെങ്കിൽ ദൈവം അവരുടെ നടുവിൽ വസിക്കുന്നെന്നുള്ള ഒരു ഉറപ്പ് ഇപ്പോൾ അവർക്ക് കിട്ടാൻ ആയിട്ടുള്ള എല്ലാ തെളിവുകളും അതിൻ്റെ നിർദ്ദേശങ്ങളുമാണ് ഇപ്പോൾ ഇവിടെ ദൈവം കൊടുക്കുന്നത്. തുടക്കത്തിൽ 25 അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക. ഇവിടെ നമ്മളൊരു ഇതുവരെയും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ്. ദൈവം ഇസ്രായേൽ മക്കളോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുന്ന, അതായത് ദൈവം എന്തുകൊണ്ടാണ് ദൈവം ആവശ്യപ്പെടുന്നത്? ഒരു വിധത്തിൽ ആ വാക്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അവിടെ എഴുതിയിരിക്കുന്നത്, നല്ല മനസ്സോടെ തരുന്ന എവനോടും, അതായത് ആരുടെയൊന്നും ദൈവം പിടിച്ചു വാങ്ങിക്കുന്നില്ല, നല്ല മനസ്സോടെ തരുന്ന എല്ലാവരുടെയും വഴിപാട് സ്വീകരിക്കുന്നതാണ് ഇപ്പോൾ ദൈവം. എന്താണ് സകലത്തിൻ്റെ ഉടയവനും സകലത്തിൻ്റെയും സൃഷ്ടാവുമായ ദൈവത്തിന് മനുഷ്യരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വഴിപാടിൻ്റെ ആവശ്യമുണ്ടോ? ഇത് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ, അതായത് പ്രത്യേകിച്ച് ദൈവമക്കളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ അതിരുവിട്ട്, ഏറ്റവും കൂടുതൽ തന്നെയല്ല അതിരുവിട്ട് ഒരു ഉപദേശം, അതായത് ഈ ദൈവമക്കളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കുന്ന രീതിയിലുള്ള അതിരുവിട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതായത് മനസ്സില്ലെങ്കിലും പേടിപ്പിച്ച് ദൈവമക്കളുടെ കയ്യിൽ നിന്ന് ദേവാലയത്തിൻ്റെ, അതായത് ഇന്നത്തെ സഭകളിൽ ദേവാലയത്തിൻ്റെ ഓരോ കെട്ടുപണികൾക്കും ആവശ്യങ്ങൾക്കും ദൈവമക്കൾ മനസ്സോട് തന്നെ പേടിപ്പിച്ച് അല്ലെങ്കിൽ ദൈവം ദഹിപ്പിച്ച് കളയുന്ന രീതിയിലാണ് ഇന്നത്തെ കാലഘട്ടം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പക്ഷേങ്കിൽ പ്രത്യേകം ദൈവം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, നല്ല മനസ്സോടെ കൊടുക്കുന്ന ഒരു, അത് ദൈവമക്കളുടെ അതൊരു ദൗത്യമല്ല, പക്ഷെങ്കിൽ ഒരു അവകാശം തന്നെയാണ്. ദൈവം ആരുടെ നിന്നും പിടിച്ചു വാങ്ങുന്ന ഒരു ദൈവമല്ല. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്താണ് ഇവിടെ കൊണ്ടുവരുന്നത്? 25 അധ്യായത്തിൽ കാണുന്നുണ്ട്, വെള്ളി, പൊന്ന്, അതുപോലെ രത്നക്കല്ലുകൾ, നീല വസ്ത്രം, അതുപോലെ പർപ്പിൾ, സ്കാർലറ്റ്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില്ലറ കാര്യങ്ങളൊന്നുമല്ല, വലിയ സംഭവങ്ങളാണ്. ഇതൊക്കെ വെച്ച് ദേവാലയം പണിഞ്ഞു കഴിയുമ്പോഴത്തേന് വളരെ സുന്ദരമായും മഹോന്നതനുമായി ദൈവത്തെ ആരാധിക്കേണ്ട ആ ദേവാലയത്തിൻ്റെ എത്രയും മനോഹരമാക്കാമോ അത്രയും മനോഹരമാക്കുന്ന ഒരു വസ്തുക്കളാണ് ഈ വസ്തുക്കൾ. പക്ഷെങ്കിൽ അടിമകളായിട്ടിരുന്ന ഈ ദൈവമക്കൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ സംഭവമെല്ലാം? ഈ സ്വർണവും വെള്ളിയൊക്കെ 430 വർഷം അടിമകളായിട്ട് കിടന്ന ദൈവമക്കൾക്ക് എവിടെ നിന്ന് കിട്ടി?
ഇവിടാണ് നമ്മൾ പുറപ്പാട് പുസ്തകം 12 വീണ്ടും നമ്മൾക്ക് അവിടത്തേക്ക് ശ്രദ്ധയെ തിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പുറപ്പാട് 12 35 36 നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ മക്കൾ തന്നെ ദൈവം തന്നെ ഈ മിസ്രൈമ്യരുടെ കൃപ തോന്നിച്ചു. 36 പുറപ്പാട് 12:36 യഹോവ മിസ്രൈമ ജനത്തോട് കൃപ തോന്നിച്ചത് കൊണ്ട് അവർ ചോദിച്ചതൊക്കെയും ഇവർ കൊടുത്തു. അപ്പോൾ ഈ ദൈവമക്കൾക്കുള്ള ഈ വസ്തുക്കൾ, സ്വർണം, വെള്ളി എന്നിവയായ ചില വസ്തുക്കൾ ഇവരുടെ സ്വന്തമൊന്നുമല്ല. ദൈവം തന്നെ മിസ്രൈമ്യ ജനത്തിൽ നിന്ന് ഇവർക്ക് കൊടുപ്പിച്ചതാണ്, കൃപ തോന്നിച്ചു അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, മനസ്സോടെ കൊടുക്കാൻ പറയുന്നത് ദൈവം തരാത്തതൊന്നും നമുക്ക് ദൈവത്തിന് തിരിച്ചു കൊടുക്കാനില്ല. ഇത് പഴയ നിയമത്തിലെ കാര്യമാണ്, ഇന്നും അത് തന്നെയാണ് അവസ്ഥ. ദൈവം തരാത്ത എന്തുണ്ട് നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ? എല്ലാം നമുക്ക് ഉള്ളതും അതായത് ഭൗമികമായിട്ടും ആത്മീയമായിട്ടും ദൈവം തരാത്തത് ഒന്നും നമുക്ക് തിരിച്ചു കൊടുക്കാനില്ല. അവിടെയാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട, മനസ്സോടെ കൊടുക്കുന്നതാണ് ദൈവം സ്വീകരിക്കുന്നത്. തന്നെയല്ല, മലാക്കി പുസ്തകം 3:10 നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ഇത് തരാൻ പറയുന്നതും, അതായത് ദൈവജനത്തിൻ്റെ വഴിപാടുകളും ദൈവജനത്തിൻ്റെ സംഭാവനകളും എല്ലാം ദൈവം തരാൻ പറയുന്നത് ദൈവത്തെ പരീക്ഷിക്കാനായിട്ട്. അതായത് ദൈവത്തെ പരീക്ഷിക്കുന്നതെന്ന് പറയുന്നത് ഇത് ദൈവത്തിന് കൊടുത്തു നോക്ക്, ദൈവത്തിൻ്റെ ഭണ്ഡാരം തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് മലാക്കി 3:10. അത് കൊടുത്തു നോക്കിയാലേ ദൈവജനത്തിന് ദൈവത്തിൻ്റെ സ്വർഗത്തിലെ കവാടം തുറന്നിട്ട്, എല്ലാവർക്കും ഭൗമികമായ അനുഗ്രഹങ്ങൾ കിട്ടാൻ ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ദൈവം പറയുന്നു, നിങ്ങളൊന്ന് കൊടുത്തു നോക്ക്, എന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നതാണ് മലാക്കി പുസ്തകം 3:10. പരീക്ഷിപ്പീൻ. നമുക്കറിയാം, ദൈവത്തെ പരീക്ഷിക്കുന്ന അത്ര വലിയ ശരിയൊന്നും കാര്യമൊന്നുമല്ല. പക്ഷേ ഇവിടെ ദൈവം തന്നെ ആഹ്വാനം ചെയ്യുകയാണ് ദൈവജനത്തോട്, നിങ്ങൾ കൊടുത്ത്, അതായത് നിങ്ങളുടെ ദശാംശവും നിങ്ങൾക്ക് ദൈവത്തിന് കൊടുക്കാനുള്ള മനസ്സോട് തന്നെ കൊടുക്കാനുള്ളത് കൊടുത്തു നോക്ക്. എന്നിട്ട് മിണ്ടാതിരുന്ന് നോക്ക്, ദൈവം സ്വർഗത്തിലെ കവാടം തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ദൈവത്തെ പരീക്ഷിച്ച് നോക്കാനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ മനസ്സോട് കൊടുക്കുന്നവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം തിരുവചനം, അതായത് വിശുദ്ധ ബൈബിൾ ഗ്യാരണ്ടി ആയിട്ട് പറയുന്നുമുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ പുറപ്പാട് പുസ്തകം ദൈവജനം ഇത്ര മനസ്സോട് കൊടുത്തിട്ടൊരു കാര്യം സംഭവിച്ചു. 36, അതായത് പുറപ്പാട് 36 1 മുതൽ 6 വരെ നമ്മൾ വായിക്കുന്ന ഒരു വിഷയം, ദൈവജനം കൊടുത്ത് അത് അധികമാണ്. കൊടുത്ത് മനസ്സോടെ കൊടുത്തപ്പോഴത്തേനും അത് അധികമായിട്ട് പിന്നീട് മോശയോട് മോശ പറയുകയാണ്, മതി, ഇനി നിങ്ങൾ തരണ്ട, ആവശ്യത്തിനുണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് ദൈവമക്കൾ. അതാണ് മനസ്സോടെ കൊടുക്കുമ്പോൾ ദേവാലയത്തിൻ്റെ ആവശ്യങ്ങൾ, ദൈവത്തിൻ്റെ മന്ദിരത്തിൻ്റെ ആവശ്യങ്ങൾ മുട്ടില്ലാതെ തന്നെ നടക്കുകയാണ്. മനസ്സോട് കൊടുക്കുമ്പോൾ ദൈവം തന്നെ അത് പറഞ്ഞോളും, എന്ത് മതി, ഇനിയും തരരുത്, ഇനിയും കോൺട്രിബ്യൂഷൻ വേണ്ട, അല്ല ഇനിയും വഴിപാട് നിർത്താൻ. അതാണ് നമ്മൾ പുറപ്പാട് 36 നമ്മൾക്ക് കാണുന്നത്. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, പുറപ്പാട് 25 8 വാക്യത്തിൽ നമ്മൾ വേറൊരു കാര്യം കാണുന്നത്, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയെ, പാപികളായ മനുഷ്യർ ഉണ്ടാക്കുന്ന എന്തെങ്കിലും വിശുദ്ധമാകാൻ പറ്റുമോ? എന്തുകൊണ്ട്? അപ്പം ഇവിടെ 35:8 വാക്യത്തിൽ വിശുദ്ധ മന്ദിരം എന്നാണ് മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെങ്കിൽ ഇംഗ്ലീഷ് തർജ്ജിമയിൽ സാങ്ച്വറി എന്ന് മാത്രമേ ഉള്ളൂ, വിശുദ്ധ മന്ദിരം എന്നില്ല. അപ്പോൾ ഒരു സാങ്ച്വറി, ഒരു മന്ദിരം ഉണ്ടാക്കണം. കാരണം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട, പാപികളായി അല്ലെങ്കിൽ അശുദ്ധമായ നമ്മൾ ദൈവത്തിന് ഒരു ദേവാലയം പണിയുമ്പോൾ ഒരിക്കലും അത് വിശുദ്ധമാകുന്നില്ല. പിന്നെ എന്താണ് അതിനെ വിശുദ്ധമാക്കുന്നത്? ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമാക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, അല്ലെങ്കിൽ ദൈവം അവിടെ വസിക്കുമ്പോഴാണ്
മന്ദിരം വിശുദ്ധമാകുന്നു. ഇതാണ് നമ്മൾ ഇന്ന് പുതിയ നിയമത്തിൽ വസിക്കുന്ന ദൈവജനം അല്ലെങ്കിൽ ദൈവമക്കൾ, വീണ്ടെടുക്കപ്പെട്ട വീണ്ടും ജനിച്ച ദൈവമക്കൾ ചിന്തിക്കേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 3:16-17 പറയുന്നത് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ. എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്ന്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അവിടെയാണ് നമ്മുടെ ശരീരം തന്നെ വിശുദ്ധമാകുന്നത്. നമ്മുടെ പുണ്യപ്രവർത്തികളോ അല്ലെ നമ്മളുടെ കഴിവോ അല്ലെങ്കിൽ നമ്മളുടെ പ്രയത്നം കൊണ്ടല്ല. നേരെ മറിച്ചോ ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമാകുന്നത് ദൈവം വസിക്കുന്നത് കൊണ്ടാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ്. അവിടെയാണ് നമ്മുടെ ശരീരം ദൈവാലയമാണെന്ന് ദൈവമക്കളുടെ ആ ബോധം വേണം. അതായത് ദൈവം വസിക്കുന്ന മന്ദിരമാണ് നമ്മുടെ ശരീരമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകുന്നതുകൊണ്ടാണ് പലപ്പോഴും മന്ദിരത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ റെവറൻസ് അല്ലെങ്കിൽ അതിൻ്റെ ബഹുമാനവും ഭയവും ദൈവമക്കൾക്ക് ഇല്ലാതെ പോകുന്നത്. കൂടാതെ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3:17 ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപരമായി. അപ്പോൾ ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് മാത്രമല്ല, ദൈവം തന്നെ നമ്മുടെ ഉള്ളിൽ വസിക്കുക. അതായത് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ അവിടെ നടക്കുന്നത് എന്തുവാ? എഫെസ്യർ 3:17 മുതൽ വായിക്കുമ്പോൾ സ്നേഹത്തിൽ വേരൂന്നു, അതായത് റൂട്ടഡ്, ദൈവസ്നേഹത്തിൽ വേരൂന്നി ഒരു വിശ്വാസിക്ക് മുന്നോട്ടുള്ള ജീവിതം നയിക്കാൻ പറ്റും. അവിടെയും സ്നേഹം എന്ന് പറയുമ്പോൾ ദേവാലയം ആവുമ്പോൾ ഇവിടെ വിശുദ്ധന്മാരുടെ കൂടെ സ്നേഹത്തിൽ വേരൂന്നി ഒരു വിശ്വാസിക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സകല വിശുദ്ധന്മാരും കൂടിയാണ് ദൈവത്തിൻ്റെ സ്നേഹം, അതായത് അതിൻ്റെ വീതി, ആഴം, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വീതി, ആഴം, ഹൈറ്റ്, ഡെപ്ത്, ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് ഉള്ള ബോധം അതായത് ദൈവമക്കൾക്ക് ഉണ്ടാകുകയും, കൂടാതെ നമ്മുടെ സകല വിശുദ്ധന്മാർ, അതായത് ഒന്നിച്ച് നമ്മൾ കൂടി വരുമ്പോഴാണ് ഈ സ്നേഹത്തിൽ നമുക്ക് വേരൂന്നാനും സാധിക്കുകയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, സ്നേഹമില്ലെങ്കിൽ ദേവാലയത്തിൻ്റെ പണി നടക്കുമോ? സ്നേഹമില്ലെങ്കിൽ ഈ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൽ മനസ്സോടെ കൊടുക്കാൻ സാധിക്കുമോ? ദേവാലയത്തിൻ്റെ പണികൾ നിർദ്ദേശപ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. അല്ലെങ്കിൽ അതിൻ്റെ മറുവശത്ത് എന്താ നടക്കാൻ പോകുന്നത്? സ്നേഹമില്ലെങ്കിൽ തമ്മിൽ തല്ല്, വിദ്വേഷം, കുശുമ്പും കുന്മായും എല്ലാം നടക്കും. അവിടെയാണ് ഇവിടെ 2 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുള്ളത്. ഒന്ന്, മനസ്സോട് കൊടുക്കുന്നത് കാര്യവും ദൈവത്തിന് ആരുടെയും കാര്യം ആവശ്യമില്ല. പക്ഷെ മനസ്സോട് കൊടുക്കുന്നത് അത് നമ്മുടെ ഒരു ദൗത്യം അല്ല, അവകാശമാണ്. അത് നമ്മുടെ ഒരു സന്തോഷമാണ്. കൂടാതെ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും നമ്മൾ മറന്നുപോകാതെ വിശ്വാസ ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടി സർവകൃപാലുവായ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുക.